അമ്മ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ശ്വേത മേനോൻ നൽകിയ ഹർജി എറണാകുളം മുൻസിഫ് കോടതി ഇന്ന് പരിഗണിക്കും. കേസിൽ കക്ഷി ചേരണമെന്നാവശ്യപ്പെട്ട അൻസിബ നൽകിയ അപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. കേസിൽ അൻസിബയെ കക്ഷി ചേർക്കരുതെന്നാണ് ശ്വേത മേനോന്റെ ആവശ്യം. കൊച്ചിയിൽ നിന്ന് ശ്യാം പ്രസാദ് ഉത്തമൻ ചേരുന്നു വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. താരസംഘടനയായ അമ്മയിലെ തർക്കങ്ങൾ ഇപ്പോഴും തുടരുന്നു. ഇതിൽ ഒരു തീരുമാനവുമായില്ല. ഇന്ന് ഒരു ഹർജി കൂടി പരിഗണിക്കുകയാണല്ലോ. എന്താണ് വിശദാംശങ്ങൾ ശ്യാം? മോദി, അമ്മയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. കാരണം ഈ അഡ്ഹോക് കമ്മിറ്റി ആദ്യഘട്ടത്തിൽ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അഡ്ഹോക് കമ്മിറ്റിക്ക് പ്രവർത്തിക്കേണ്ടതായിട്ട് വന്നില്ല. പിന്നീട് അതിൻ്റെതായ പ്രശ്നങ്ങളും മറ്റും ഉണ്ടാവുകയായിരുന്നു. അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ പ്രസിഡന്റായിട്ടുള്ള ശ്വേത മേനോൻ ഹർജി നൽകുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ രമേഷ് പിഷാരടി സംബന്ധിച്ച് മറ്റൊരു ഹർജി നൽകിയിരിക്കുന്നത്. താൻ ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ രീതിയിൽ കളങ്കപ്പെടുത്താനുള്ള ഉദ്ദേശം കൂടിയാണ് ഇത്തരത്തിൽ തന്നെ ഇതിനകത്ത് കക്ഷി ചേർത്തത് എന്നതാണ് രമേഷ് പിഷാരടി സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തനിക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന കാര്യം കഴിഞ്ഞ ദിവസം തന്നെ രമേഷ് പിഷാരടി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അഡ്ഹോക് കമ്മിറ്റിയിലെ ഈ കൺവീനർ സ്ഥാനം ഏറ്റെടുക്കാനും താല്പര്യമില്ല എന്ന കാര്യം രമേഷ് പിഷാരടി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഹർജി വീണ്ടും പരിഗണിക്കുന്നത്. ഈ ഹർജിയിൽ പ്രധാനമായിട്ടും തന്നെ കക്ഷി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ നടി ഹൻസിബ ഹസൻ ഹർജി നൽകിയിരുന്നു. അത് സംബന്ധിച്ച് ഇന്ന് വാദം കേൾക്കും. വാദം കേട്ട ശേഷം ഇതിൽ കക്ഷി ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യം സംബന്ധിച്ച് കോടതി പറയും. അതേസമയം ഈ അൻസിബയെ കക്ഷി ചേർക്കുന്നതിൽ കടുത്ത എതിർപ്പ് തന്നെയാണ് ശ്വേത മേനോൻ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ശ്വേത മേനോനും ഇത് സംബന്ധിച്ച് ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജികളാണ് ഇന്ന് പ്രധാനമായിട്ടും പരിഗണിക്കുക. ശരി, വിവരങ്ങൾ നൽകിയത് ശ്യാം പ്രസാദ് ഉത്തമനാണ്. ശ്യാമിന് നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.